ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി സ്ക്വയർ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് NIOSൻ്റെ സീനിയർ സെക്കൻഡറിയുടെ കോഡ് നമ്പർ 302 ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ചാപ്റ്റർ 8 എ കേസ് ഓഫ് സസ്പിഷൻ എന്ന പാഠഭാഗമാണ്. എ കേസ് ഓഫ് സസ്പിഷൻ വാസ് റിട്ടൺ ബൈ ദ ഫേമസ് ബ്രിട്ടീഷ് റൈറ്റർ ഇ വാലസ്. ഹിസ് ഫുൾ നെയിം Richard Horatio Edgar Wallace. He was a crime writer, journalist, novelist, screenwriter and playwright. Case of Suspicion is a story of a doctor named Benson. He is a gynecologist. The story takes place in November, winter cold night at 2 a.m. A case of suspicion എന്ന് പറയുന്നത് ഒരു സംശയത്തിൻ്റെ കഥയാണ്. ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഡോക്ടർ ബെൻസൺ ആണ്. ഡോക്ടർ ബെൻസൺ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഈ ഒരു കഥ നടക്കുന്നത് നവംബർ മാസം വളരെ തണുപ്പുള്ള ഒരു സമയത്താണ്. പുലർച്ചെ 2 മണിക്കാണ് ഈ കഥ നടക്കുന്നത്. നൗ വി ക്യാൻ ഗോ ത്രൂ ദ സ്റ്റോറി. ഹി ത്രൂ ബാക്ക് ദ കവേഴ്സ് ആൻഡ് സാറ്റ് അപ്പ് ഓൺ ഹിസ് ബെഡ്, ഹിസ് ഫീറ്റ് ഫീലിംഗ് അലോങ് ദ കോൾഡ് ഫ്ലോർ ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പേഴ്സ്. ദ ടെലിഫോൺ റിംഗിങ് ഇൻസിസ്റ്റൻ്റ്ലി എ ലിറ്റിൽ ഡിസ്റ്റൻസ് away. He turned on the light and walked to the phone and took down the receiver. "This is Dr. Benson," he said. ഡോക്ടർ ബെൻസൺ വളരെ വൈകിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. He was about to sleep. Suddenly the telephone rang. പെട്ടെന്ന് എന്താണ്, ഫോൺ ബെല്ലടിച്ചു. ഡോക്ടർ ബെൻസൺ attended the phone call. The November wind was bringing sounds of winter as it blew around the little white house. The doctor got into his clothes. He went to the table and stared a moment at his watch, his spirit complaining at the job ahead of him. I told you that this story takes place in November. It is in winter season. അപ്പോൾ ആ ഒരു സമയത്ത് തണുത്ത കാറ്റിങ്ങനെ ആ വീടിന് ചുറ്റും വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചു. പിന്നെ കുറച്ച് നേരം അയാൾ എന്ത് ചെയ്തു? ഹി സ്റ്റയേർഡ് എ മൊമെൻറ്റ് അറ്റ് ഹിസ് വാച്ചിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി. ഹി സ്പിരിറ്റ് കംപ്ലൈനിങ് അറ്റ് ദ ജോബ് എഹെഡ് ഓഫ് ഹിം, ദാറ്റ് ഈസ് ഹി ഈസ് കേഴ്സ്ഡ് ഹിംസെൽഫ് ടു ബി എ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. എപ്പോഴാണ് പേഷ്യൻസിന് അദ്ദേഹത്തിൻ്റെ ആവശ്യമുള്ളത് ആ സമയത്ത് അവർ വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 2 o'clock. His mind also complained at the horrible hour, and he wondered why children had to be born at such improper times. He took up 2 small handbags, the short pill bag, as the people of the town knew it, and the long obstetrical case, the baby bag they called it. അപ്പോൾ ഡോക്ടർ ബെൻസൺ സമയം നോക്കി. സമയത്തെയാണ് 2 മണിയായി. അപ്പോൾ ആ ഒരു ഹൊറിബിൾ അവറിനെ കേസ് ചെയ്തുകൊണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. എന്തോർത്തിട്ടാണ്? വൈ ചിൽഡ്രൻ ഹാഡ് ടു ബി ബോൺ അറ്റ് സച്ച് ഇംപ്രോപ്പർ ടൈംസ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു മോശ സമയത്ത്, ഒരു പ്രോപ്പർ അല്ലാത്ത ഒരു സമയത്ത് ജനിക്കുന്നത്? ഈ ജനനം എന്ന് പറയുന്നത് ആർക്കും ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അതിൻ്റെതായ സമയത്ത് നടക്കുന്നതാണ്. അതിന് രാവിലെ എന്നോ രാത്രി എന്നോ എന്നുള്ള സമയഭേദമൊന്നുമില്ല. ഡോക്ടർ ബെൻസൺ അപ്പോൾ 2 ഹാൻഡ് ബാഗ്സ് ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി റെഡിയായി. ഒന്നൊരു ഷോർട്ട് പിൽ ബാഗാണ്, അതായത് മരുന്നുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബാഗും, പിന്നെ ഒന്ന് ഒബ്സ്റ്റട്രിക്കൽ കേസ്, അതായത് ഗർഭസംബന്ധമായ കാര്യങ്ങൾ, അങ്ങനത്തെ അതിത്ര ഉപകരണങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു ബാഗും. അതിനെ ആൾക്കാർ ബേബി ബാഗ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ 2 ബാഗൊക്കെ ആയിട്ട് ഡോക്ടർ ബെൻസൺ റെഡിയായി to go and to attend the case. Dr. Benson stopped a moment to light and then put the pack of cigarettes in his overcoat pocket. The wind felt like a surgeon's knife at his face as he opened the door and ran bending low around the driveway to the garage. നല്ല തണുപ്പുള്ള സമയമാണ്. നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് അത് കത്തിച്ചു. പിന്നീട് വാതിൽ തുറന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കാറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചു. അത് ഒരു സർജൻ്റെ കത്തി കൊണ്ട് മുറിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. പിന്നീട് അദ്ദേഹം ഗ്യാരേജിലേക്ക് പോയി. ഗ്യാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഗ്യാരേജ്. ഹിസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽട്ടി, cuffed half a dozen times as he drove down the driveway,
but then began to run more smoothly as he turned down grass street and onto the deserted highway. അതായത് നമുക്കറിയാം ഈ തണുപ്പുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മഴയുള്ള ദിവസങ്ങളിലൊക്കെ വണ്ടി സ്റ്റാർട്ടാവാൻ കുറച്ച് സമയമെടുക്കും. അതായത് എൻജിൻ തണുത്തു പോകുന്നത് കൊണ്ട് അത് ചൂടായി എടുക്കേണ്ട ആ ഒരു സമയം കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ബെൻസൺ ശ്രമിച്ച സമയത്ത് അതിങ്ങനെ കഫ്ഡ് ഹാഫ് എ ഡസൻ ടൈംസ്, മീൻസ് ആ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവും, വീണ്ടും അവിടെ ഓഫാവും, വീണ്ടും സ്റ്റാർട്ടാവും, വീണ്ടും ഓഫാവും. അപ്പോൾ ആ എൻജിനൊന്ന് ചൂടായി വരുന്നത് വരെ അതിങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എന്താണ്, വണ്ടി സ്മൂത്തായിട്ട് ഓടാൻ തുടങ്ങി. മിസ്സിസ് ഓട്സോർലി, who Dr. Benson was on his way to visit, already had almost a dozen children. But it seemed to the doctor that never once had she had a baby in good weather, nor in daylight. And while Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure that his father, the old dog, Benson had found in seeing aught. The father, always 2 or 3 babies behind in payment of his baby bills. അപ്പോൾ സ്റ്റോറിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ഡോക്ടർ ബെൻസന് ഒരു കോള് വന്നു. അത് ആരാണെന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മിസ്റ്റർ ഓട്സോർലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പീരീഡ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ഈസ് എബൌട്ട് ടു ഡെലിവർ എ ചൈൽഡ്. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയത്താണ്. അതിനൊരു ഹെൽപ്പിനാണ് ഡോക്ടറെ വിളിച്ചിരുന്നത്. ഈ ഫാമിലിയെ ഡോക്ടർ ബെൻസന് മുമ്പേ തന്നെ അറിയാം. അവർക്ക് ഓൾറെഡി എ ഡസൻ ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ബെൻസണ് അവരെ നന്നായിട്ട് അറിയാം. ഇത്രയും കുട്ടികൾ മിസ്സിസ് ഓട്സോർലിക്ക് ഉണ്ടെങ്കിലും ഒരു കുട്ടി പോലും നല്ല ഒരു കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു പകൽ വെളിച്ചത്തിലോ ജനിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ഡോക്ടർ ബെൻസൺ പറയുന്നത്. ഡോക്ടർ ബെൻസൺ ഒരു യങ് ആയിട്ടുള്ള ഒരു കൺട്രി ഡോക്ടറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറും ഒരു കൺട്രി ഡോക്ടർ ആയിരുന്നു. അപ്പോൾ ഇത്രയും എ ഡസൻ ചിൽഡ്രൻ ആണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓട്സോർലിക്ക് ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഒരു 2 or 3 ബേബീസിൻ്റെ ബില്ല് ഇപ്പോഴും അവർ പേ ചെയ്യാനുണ്ടത്രേ. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ വി ഗസ് ദാറ്റ് ഹിസ് ഫൈനാൻഷ്യൽ പൊസിഷൻ വാസ് നോട്ട് ഗുഡ്. അതായത് ഓട്സോർലി ഫാമിലിയുടെ ഫൈനാൻഷ്യൽ സെറ്റപ്പ് അത്ര നല്ലതല്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത്. ഇനി ഇതിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി വാസ് എൻ എൽഡർലി മാൻ. നമുക്കറിയാം ഡോക്ടർ ബെൻസൺ എൽഡർലി മാൻ അല്ല, യങ് കൺട്രി ഡോക്ടറാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. Second one, his father had been a country doctor too. Yes, the second statement is true because his father had been a country doctor. Third sentence, the doctor liked late night calls. അത് ഫാൾസ് ആണ്. അദ്ദേഹത്തിന് ലേറ്റായിട്ട് വരുന്ന കോൾസ് അദ്ദേഹത്തിന് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് അല്ല. എന്താണ്, ഡോക്ടർ ബെൻസൺ ഗെറ്റ്സ് ആംഗ്രി ഡ്യൂ ടു ദിസ് അൺവാണ്ടഡ് കോൾസ് അറ്റ് ദിസ് അൺവാണ്ടഡ് ടൈം. അല്ലെ, ഒരു സമയത്ത് ഒരു അല്ലാത്ത ഇംപ്രോപ്പർ ആയിട്ടുള്ള ടൈമിലുള്ള കോൾസൊക്കെ അദ്ദേഹത്തിന് ദേഷ്യമായിരുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡോക്ടർ ക്യാരിഡ് 2 bags ഇൻ ഹിസ് വിസിറ്റ്സ്. അത് ട്രൂ ആണ്. അദ്ദേഹം 2 bags കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് പിൽ ബാഗ്, പിന്നെ ഒന്ന് ബേബി ബാഗ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മിസ്സിസ് ഓട്സോർലി വാസ് ഹാവിങ് ഹെർ ഫസ്റ്റ് ബേബി. അത് ഫാൾസ് ആണ്. എന്താണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓട്സോർലി ഹാഡ് ഓൾമോസ്റ്റ് എ ഡസൻ ചിൽഡ്രൻ ബിഫോർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടൈം ഡിഡ് ഡോക്ടർ ബെൻസൺ റിസീവ് ദ കോൾ? ഏത് സമയത്താണ് ഡോക്ടർ ബെൻസൺ കോൾ റിസീവ് ചെയ്തതെന്ന്? ഏത് സമയത്താണ്? 2 o'clock, പുലർച്ചെ 2 മണിക്കാണ്. ഹൂ ഡിഡ് ഹി വിസിറ്റ്? വൈ? ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്? മിസ്സിസ് സോർലിയെ. അല്ലേ, എന്തിനാണ് വിസിറ്റ് ചെയ്യുന്നത് മിസ്സിസ് സോർലിയെ? മിസ്സിസ് സോർലി ഈസ് ഇൻ ദ ലാസ്റ്റ് പീരീഡ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ഈസ് എബൌട്ട് ടു ഡെലിവർ എ ചൈൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഡിഡ് ദ ഡോക്ടർ ക്യാരി ഇൻ ഹിസ് ബാഗ്സ്? എന്താണ് ഡോക്ടർ ബാഗിൽ ക്യാരി ചെയ്യുന്നത്? പിൽസ് ആൻഡ് സർജിക്കൽ തിങ്സ്, ട്രീറ്റ്മെൻറ്റ്സ്. അതായത് മരുന്നുകളും അതിന് ഡെലിവറി സമയത്ത് ആവശ്യമായ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് ദ ഡോക്ടർ റിസീവ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്? ഹൗ ഡു യു നോ?
അദ്ദേഹം കൃത്യമായിട്ട് പേയ്മെൻ്റ് ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്? സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പ്രീവിയസ് ബിൽസ് വേർ പെൻഡിങ് പേയ്മെൻറ്റ്. അതായത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓട്സോർലിയുടെ 2-3 കുട്ടികളുടെ ബേബി പേയ്മെൻറ്റ് ബിൽസ് ഇപ്പോഴും ബാക്കിയുണ്ട് അത്രേ. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡോക്ടർ ബെൻസണ് പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എ കേസ് ഓഫ് സസ്പിഷൻ എന്ന കഥയിലെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Thank you.